എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ പരീക്ഷയില്ലാതെ ഇന്റർവ്യൂ വഴി ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരളത്തിലെ വിവിധ ജില്ലകളിലായുള്ള സർക്കാർ ഓഫീസുകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിലാണ് ഒഴിവുകളുള്ളത്. അതുപോലെ തന്നെ 5ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളുമുണ്ട്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഓരോ തസ്തികകളെ കുറിച്ചും വിശദമായി അറിയാം. ആദ്യത്തേത് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രോഗ്രാം കോർഡിനേറ്റർ, IT എക്സ്പേർട്ട്, അസിസ്റ്റന്റ്, കോർഡിനേറ്റർ എന്നീ തസ്തികകളിലെ നിയമനത്തിനായാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള വനാവകാശ നിയമ യൂണിറ്റ് സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി വിന്യസിപ്പിക്കുന്നതാണ്. താൽപര്യമുള്ളവർ ബയോഡാറ്റ ജൂലൈ 31 വൈകിട്ട് 5 മണിക്ക് മുൻപായി trdm.rec@gmail.com എന്ന വിലാസത്തിൽ ഇമെയിൽ ചെയ്യേണ്ടതാണ്. ക്വാളിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളും അറിയാൻ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവാണ്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ സ്റ്റാഫ് നഴ്സിനെ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 10 വൈകിട്ട് 4 മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും RCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്ലീനിംഗ് സ്റ്റാഫിന്റെ ഒഴിവാണ്. കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ ചുമതലയിലുള്ള വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലാണ് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നത്. 5ാം ക്ലാസ് പാസ്സായ 20 വയസ്സ് പൂർത്തിയാക്കിയ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. താൽപര്യമുള്ളവർ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം 2025 ജൂലൈ 28 രാവിലെ 11 മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി CDS ഹാളിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കേരള മഹിളാ സമാഖ്യ സൊസൈറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് ജൂനിയർ സൂപ്രണ്ട് തസ്തികയാണ്. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഓഫീസിലാണ് നിലവിൽ ഒഴിവുള്ള ജൂനിയർ സൂപ്രണ്ട് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനത്തിന് സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. പ്രതിമാസ ശമ്പള നിരക്ക് 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ്. താൽപര്യമുള്ളവർ ബയോഡാറ്റ, റൂൾ 144 പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ്, മാതൃവകുപ്പിൽ നിന്ന് ലഭിച്ച നിരാക്ഷേപ പത്രം എന്നിവ സഹിതം 2025 ഓഗസ്റ്റ് 14 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി രജിസ്ട്രാർ, കേരള നഴ്സസ് മിഡ്വൈഫ്സ് കൗൺസിൽ, തിരുവനന്തപുരം 695035 എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്. അടുത്തത് ക്ലർക്ക് അക്കൗണ്ടന്റ് തസ്തികയാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തൃശൂർ കൊക്കാലിയിലുള്ള യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിലേക്കാണ് ഇന്റർവ്യൂ വഴി കരാറടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് നിയമനം നടത്തുന്നത്. പ്രതിമാസ വേതനം ലഭിക്കുന്നത് 22,240 രൂപയാണ്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദമാണ്. ഇന്റർവ്യൂ നടക്കുന്ന തീയതി 2025 ജൂലൈ 21 രാവിലെ 9 മണിക്കാണ്. താൽപര്യമുള്ളവർ പ്രായം, യോഗ്യത, എക്സ്പീരിയൻസ്, ഐഡന്റിറ്റി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം തൃശൂർ കൊക്കാലിയിലുള്ള യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.